നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 1000-ഓളം വർഷം പഴക്കമുള്ള പത്തനംതിട്ട ജില്ലയിലെ അമ്പലത്തിനാൽ തറവാടും അതിൻ്റെ കാവും അതിൻ്റെ കാഴ്ചകളിലൊക്കെയാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പറക്കോട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യപുരാതനമായ ഇടമാണ് അമ്പലത്തിനാൽ പണിക്കർ തറവാടും തറവാട്ടിലെ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യവും. ചരിത്രവും പഴമയും വിശ്വാസങ്ങളും ഒക്കെ ഇടകലർന്ന് നിൽക്കുന്ന ഒരിടം കൂടിയാണിവിടെ. പഴമയും ചരിത്രവും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം കുടികൊള്ളുന്ന ഒരിടം കൂടിയാണ് ഈ തറവാട് എന്നാണ് ഐതിഹ്യം. കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യത്തെ ഇവിടെ ഒരു കലമാന്റെ കൊമ്പിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കുടിയിരുത്തിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം. ഈ പുരാതന തറവാടിനും തറവാടിന് ചുറ്റുമുള്ള കാവുകൾക്കും ഒക്കെ ഒരുപാട് ചരിത്രവും കഥകളും ഒക്കെ പറയാനുണ്ട്. ചെറുതാണെങ്കിലും പുരാതന കേരളീയ വാസ്തുവിദ്യയിൽ പണിയെഴുപ്പിച്ച ഈ തറവാട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാലാനുസൃതമായ ചില ചെറിയ മാറ്റങ്ങളൊക്കെ തറവാടിന് പുറമേയുള്ള നിർമ്മിതികൾക്ക് വന്നതായി കാണാൻ സാധിക്കുന്നതാണ്. തടിയും കല്ലും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച അറയും നിലവറയും പത്തായവും തട്ടിൻപുറവും മേൽക്കൂരയും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തറവാട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ കുറെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് പോയ ഒരനുഭവമാണ് തോന്നിയത്. തറവാടിന്റെ പഴയകാല നിർമ്മിതികളിൽ നല്ലൊരു ഭാഗവും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടിയിൽ തീർത്ത വാതിലുകളും ഭിത്തിയും തടി കൊണ്ട് തന്നെയുള്ള ലോക്കിംഗ് സിസ്റ്റവും പിന്നെ പഴയകാലത്തെ താഴും താക്കോലും കൈപിടിയും ഒക്കെ ഇതിനുള്ളിലായി കാണാൻ സാധിക്കുന്നതാണ്. തറവാടിന്റെ അറകൾക്കുള്ളിലായി ഒരു നിലവറയുമുണ്ട്. അതിലേക്കും ഇറങ്ങാൻ സാധിക്കുന്നതാണ് എന്നാണ് അറിഞ്ഞത്. എങ്കിലും ഞങ്ങൾ അതിൽ ഇറങ്ങിയില്ല. അതിന്റെ കവാടത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ഉൾവശം കാണുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തു. അറയും നിലവറയും പത്തായവും എല്ലാം പണ്ടുകാലത്തെ കാർഷിക സംസ്കാരത്തെ കൂടി സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. തറവാട്ടിലെ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യത്തെ പറ്റിയുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുള്ള ഭദ്രകാളി ക്ഷേത്രവും അവിടെ നിന്നും ഏകദേശം 150 കിലോമീറ്ററോളം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ അമ്പലത്തിനാൽ തറവാടും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ഐതിഹ്യമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ച 4 ദേവിമാരിൽ ലോകാംബിക എന്നറിയപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം. കൊടുങ്ങല്ലൂർ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് പരശുരാമൻ ആണെന്നാണ് ഐതിഹ്യം. എന്നാൽ ക്ഷേത്രം 884 സിഇക്കും 1124 സിഇക്കും ഇടയിലായി മധ്യ കേരളവും പരിസര പ്രദേശങ്ങളും ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളാണ് പണിയഴിപ്പിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ കൊടുങ്ങല്ലൂരമ്മയുമായി അമ്പലത്തിനാൽ തറവാടിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. 1000-ഓളം വർഷങ്ങൾക്ക് മുൻപ് തറവാട്ടിലെ അമ്മ കൊടുങ്ങല്ലൂർ ദേവി ദർശനത്തിനായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തു. തിരിച്ചു വരുന്ന വഴിക്ക് വെച്ച് അമ്മയ്ക്ക് ദിക്ക് തിരിച്ചറിയാൻ പറ്റാതാവുകയും വഴിയറിയാതെ വിഷമിച്ച അമ്മയുടെ അടുത്തേക്ക് ഒരു പ്രായമായ സ്ത്രീ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. ശേഷം താൻ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദേവി പ്രസ്തുത അമ്പലത്തിനാൽ തറവാടിന് എതിർവശമായുള്ള വയലിന് അഭിമുഖമായി വരികയും തറവാടിന് എതിർവശത്തായുള്ള വയലിലെത്തിയ ആ പ്രായമായ സ്ത്രീ കൊടുങ്ങല്ലൂർ അമ്മ തന്നെയായിരുന്നു. ദേവി തറവാട്ടിലെ തൂക്കുവിളക്കിലെ പ്രകാശം കാണുകയും തുടർന്ന് തറവാട്ടിലെ അപൂർവമായ മുറിയിൽ കുടിയിരിക്കുകയും ചെയ്തു. ഈ കഥയെല്ലാം തറവാട്ടമ്മ എല്ലാവരോടും പറഞ്ഞു. തുടർന്ന് ആ സ്ത്രീ ആരാണെന്ന് അന്വേഷിച്ചു. കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിലാണ് ആ വന്ന സ്ത്രീ കൊടുങ്ങല്ലൂരമ്മ തന്നെയാണെന്ന് അറിഞ്ഞത്. തറവാട്ടിലെ അറയിൽ വിശ്രമിച്ച ദേവിയുടെ ചൈതന്യത്തെ പിന്നീട് ഒരു കലമാന്റെ കൊമ്പിലായി ആവാഹിച്ചിരുത്തുകയായിരുന്നു. സാധാരണയായി ദൈവ ചൈതന്യത്തെ മരത്തിലും കല്ലിലും ഒക്കെയായാണ് ആവാഹിച്ചിരുത്തുന്നത്. മൃഗത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ ഇരുത്തുന്നത് അപൂർവമായാണ്. കലമാന്റെ കൊമ്പ് ഒരുപാട് കാലം കേടുകൂടാതിരിക്കും എന്നതാണ് കാരണം എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ പറഞ്ഞതെല്ലാം തീർത്തും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമാണ്. വിശ്വാസികൾക്ക് വിശ്വസിക്കാനും അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാനും പൂർണ്ണ അവകാശമുണ്ട്. ഈ വീഡിയോ കൊണ്ട് ഞാൻ കണ്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ നിങ്ങളോട് പറയുക എന്നത് മാത്രമാണ്. ഈ തറവാടിനെ പറ്റി കേൾക്കാനിടയായ മറ്റൊരു കഥ ഇങ്ങനെയാണ്. 1000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാട് ഈ നാട്ടിലെ തന്നെ ഏറ്റവും സമ്പന്നമായ തറവാടുകളിൽ ഒന്നായിരുന്നു. ഒരുപാട് നെൽവയലുകളും ഭൂസ്വത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട്.
ആ കാലത്തായിരുന്നു അറുകാലിക്കൽ എന്ന നാട്ടുരാജ്യത്തെ രാജാവും അമ്പലത്തിനാൽ തറവാട്ടിലെ കാരണവരും സ്വർണ്ണത്തൂമ്പയും ഒക്കെ വരുന്ന കഥ നടക്കുന്നത്. ആ കഥ ഇങ്ങനെയാണ്. പണ്ടുകാലത്ത് അറുകാലിക്കൽ നാട്ടുരാജ്യത്തെ രാജാവ് പരിവാരങ്ങളുമായി ഏഴംകുളത്തിനടുത്തുള്ള അമ്പലത്തിനാൽ തറവാടിന്റെ കൃഷിയിടത്തിനടുത്തുള്ള വഴിയിലൂടെ യാത്ര ചെയ്തു. ഈ സമയത്ത് രാജാവിനെ കണ്ടിട്ടും ജോലി തുടർന്ന 100ഓളം വരുന്ന പണിക്കാരുടെ പണിയായുധങ്ങളൊക്കെ രാജാവിന്റെ പരിവാരങ്ങൾ പിടിച്ചു വാങ്ങി വെച്ചു. ഇതറിഞ്ഞ തറവാട്ടിലെ കാരണവർ പണിക്കാർക്ക് തറവാട്ടിൽ നിന്നും പണിയായുധങ്ങൾ എടുത്തു നൽകുകയും കാരണവർ സ്വർണ്ണത്തൂമ്പയുമായി വയലിലെത്തി രാജാവ് തിരികെ വരുന്ന വഴിയിൽ പ്രതിഷേധമറിയിക്കുകയും ചെയ്തു എന്നാണ് കഥ. ഈ കഥ തറവാടിന്റെ അന്നത്തെ സമ്പന്നതയും പ്രൗഢിയും കാണിക്കുന്നതാണ്. ആദ്യം പറഞ്ഞ കഥയിലെ വയലിലാണ് ഇപ്പോൾ തെക്കൻ കേരളത്തിലെ തന്നെ ചരിത്രപ്രസിദ്ധമായ തൂക്കം വഴിപാട് നടക്കുന്ന ഏഴംകുളം ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏഴംകുളം ദേവീക്ഷേത്രത്തിലെ തൂക്കം എന്ന ആചാരം നടക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാളമ്പും വില്ലും അമ്പലത്തിനാൽ തറവാട്ടിലെ നിലവറയിൽ ഇന്നും ഭദ്രമായും ഭക്തിയോടെയും സൂക്ഷിക്കുന്ന ഒന്നാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ഈ വാളമ്പിനും വില്ലിനും നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ടാവും. തറവാടിന്റെ ചരിത്രം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടത്തെ കാവുകൾ. പണ്ട് ഈ തറവാടിന് മുൻവശത്തായി കിടന്നിരുന്ന വിശാലമായ ഭൂമിയിലായിരുന്നു ഇവിടത്തെ കാവും കുളവും ഒക്കെ. വൃക്ഷലതാദികളായി നിബിഡമായ ഒരു നിത്യഹരിത വനത്തിന് സമാനമായ വലിയ കാവ് 1980കൾക്കും 90കൾക്കും ഇടയിലായി വന്ന കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള കനാലിന്റെ നിർമ്മാണത്തിനായി ഈ സ്ഥലം ഏറ്റെടുത്തു. തുടർന്ന് കാവിരുന്ന സ്ഥലത്ത് കനാൽ നിർമ്മിച്ചു. കനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിലായി കാവിരുന്ന സ്ഥലത്ത് വന്ന ഹിറ്റാച്ചിയിൽ പാമ്പുകൾ കയറി പണി തടസ്സപ്പെട്ടു എന്നും തുടർന്ന് കാവിലെ നാഗങ്ങൾക്ക് തറവാടിനോട് ചേർന്നുള്ള കാവിൽ പ്രതിഷ്ഠ നടത്തിയ ശേഷമാണ് പണികൾ പുനരാരംഭിച്ചതും എന്നും കേൾക്കാനിടയായി. അന്നത്തെ ആ കർമ്മങ്ങൾ നിർവഹിച്ചത് വെട്ടിക്കോട് തിരുമേനിമാരായിരുന്നു എന്നും ദിവസങ്ങളോളം താമസിച്ചാണ് അന്നത്തെ ആ പൂജ നിർവഹിച്ചത് എന്നും അറിയാൻ സാധിച്ചു. ഇപ്പോഴും കനാലിന്റെ മറുകരയിലായി തറവാടിന്റെ ഭൂമിയിലും അതിന്റെ അതിർത്തിയിലും കനാൽ ഭൂമിയിലും ഒക്കെ പഴയ കാവിന്റെ ശേഷിപ്പുകൾ കാണാൻ സാധിക്കുന്നതാണ്. തറവാടിനോട് ചേർന്നുള്ള കാവിൽ വലിയ മരങ്ങളും ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും ചൂരലും വള്ളിപ്പടർപ്പുകളും ഒക്കെ സമൃദ്ധമായി കാണാൻ സാധിക്കുന്നതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമ്പലത്തിനാൽ തറവാട്ടുകാവിലെ ഒരു വൃക്ഷമാണ്. അതിന് വലിപ്പം കണ്ടില്ലേ? ശക്തമായ ഉച്ചവെയിലത്ത് പോലും കാവിനുള്ളിൽ ചൂടും വെയിലും അധികം അനുഭവപ്പെട്ടില്ല. നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയും വനങ്ങളിലും ഒക്കെയായി കാണുന്ന പലയിനം മരങ്ങളും ചെടികളും ഒക്കെ ഇവിടെ കാണാനിടയായി. ഞങ്ങൾ ഈ കാവിനുള്ളിൽ പോയ സമയത്ത് ഏറ്റവും കൂടുതലായി കണ്ടത് വള്ളിക്കുറിഞ്ഞി അല്ലെങ്കിൽ കറുത്ത അമൽപ്പൊരി എന്നൊക്കെ വിളിക്കപ്പെടുന്ന പൂക്കളും അതിന്റെ ചെടികളും പഴങ്ങളും ഒക്കെയാണ്. ഇലഞ്ഞിയും കരിഞ്ഞോട്ടയും ചൂരലും പിന്നെ പേരറിയാത്ത ഒട്ടനവധി സസ്യങ്ങളും ഇവിടെയുണ്ട്. ഏഴംകുളം ക്ഷേത്രത്തിലെ തന്ത്രി തന്നെയാണ് തറവാട്ടിലെയും തറവാട്ട് കാവിന്റെയും പൂജകളൊക്കെ ചെയ്യുന്നത്. തറവാടിനോട് ചേർന്ന് തന്നെ തറവാട്ടിലെ അംഗങ്ങൾ നിർമ്മിച്ച ഒരു ചെറിയ പാർക്കിന് സമാനമായ ഇടവും ഉണ്ട്. കാവിന്റെയും തറവാടിന്റെയും ബാക്കിയുള്ള കാഴ്ചകൾ വീഡിയോയുടെ ബാക്കി വരുന്ന ഭാഗത്തായി കാണാവുന്നതാണ്.